ധാബ സ്റ്റൈൽ കടലപ്പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് എണ്ണയും നെയ്യും കൂടെ ചൂടാക്കുക. അതിലേക്ക് വഴണയില, ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പം താളിക്കാനായിട്ട് കടുക്, മല്ലി ചതച്ചത്, ചുവന്ന മുളക്, ജീരകവും നന്നായി പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് നിറം മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് നിറം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, കൂടെ 2 ടീസ്പൂൺ കടലമാവും കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണവും മാറി മൂത്തം കിട്ടും. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇതിലേക്ക് 1 മണിക്കൂർ കുതിർത്ത കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. 4 തൊട്ട് 5 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. നല്ല കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് ഒരുപാട് ഉടഞ്ഞു പോകണ്ട, കടലപ്പരിപ്പ് കാണുന്ന രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിലേക്ക് സ്വാദിന് ആവശ്യമുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്, മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് കുറുക്കിയെടുക്കുക. ഇതിലേക്ക് മല്ലിയില അലങ്കരിച്ച് നമുക്ക് വിളമ്പാം. അല്ല ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയും വിളമ്പാം. അല്ല ഫുൽക്ക, ജീര റൈസ്, ചോറിനൊപ്പവും നല്ല കോമ്പിനേഷനാണ്. പറാത്ത, പൂരി ഏതാണോ ഇഷ്ടം അതിൻ്റെ കൂടെ നമുക്ക് ഈ കറി വിളമ്പാവുന്നതാണ്. രുചികരമായ ഈ കടലപ്പരിപ്പ് കറി ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക.